Hi, so once again welcome back to my YouTube channel. So ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ once again. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്റ്റഡി വ്ളോഗാണ് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫിസിയോളജിയിൽ നെർവ് മസിൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നെർവ് മസിൽ പഠിക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ഫിസിയോളജിയുടെ കൺസൈസ് ടെക്സ്റ്റ് ബുക്കാണ്, ഇന്ദു ഖുറാനയുടെ ബുക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് ടാബ് എടുത്തിട്ടുണ്ട്, ബിക്കോസ് ചില PDFs ഒക്കെ ടാബിൽ എടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് ടോപ്പിക്സ് ബേസിക്കലി എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടത്, ബിക്കോസ് ഈ ടെക്സ്റ്റ് ബുക്കിൽ പല ഭാഗത്തായിട്ടായിരിക്കും നെർവ് മസിലിൻ്റെ ടോപ്പിക്സ് കിടക്കുന്നുണ്ടാവും. സോ ഇതൊക്കെ സിലബസ് ഇതിലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് വായിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇതിൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ പഠിക്കാനുണ്ട്. അതിൽ ആക്ഷൻ പൊട്ടൻഷ്യലും ആണിക് ബേസിസ് പ്രോപ്പർട്ടീസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണം. പിന്നെ നെർവിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ ഓഫ് ന്യൂറോൺസ് വരുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ, പ്രോപ്പർട്ടീസ്, ഇമ്പൾസ്, ട്രാൻസ്മിഷൻ, നെർവ് ഇഞ്ചുറി, ഡീജനറേഷൻ, റീജനറേഷൻ വരുന്നുണ്ട്, ന്യൂറോഗ്ലിയയുടെ ടൈപ്സും ഫങ്ഷനും, പിന്നെ മസിൽ ക്ലാസിഫിക്കേഷൻ, സ്കെൽറ്റൽ മസിൽ, ന്യൂറോമസ്കുലർ ജംഗ്ഷൻ, ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷൻ, മയസ്തീനിയ ഗ്രേവിസ്, എക്സൈറ്റേഷൻ, കോൺട്രാക്ഷൻ, കപ്ലിംഗ്, പിന്നെ മോട്ടർ യൂണിറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് സ്കെൽറ്റൽ മസിൽ, സ്ട്രെങ്ത്, ഡ്യൂറേഷൻ കർവ്, ലെങ്ത് ടെൻഷൻ റിലേഷൻഷിപ്പ്, ഫാറ്റിഗ് ലോഡ്, സ്മൂത്ത് മസിൽ, അതിൻ്റെ സ്ട്രക്ചർ, ടൈപ്സ്, മെക്കാനിസം ഓഫ് കോൺട്രാക്ഷൻ, ദെൻ പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ അത്യാവശ്യം ടോപ്പിക്സ് ഉണ്ട്, നമുക്ക് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പോർഷൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ ആദ്യം പഠിക്കാമെന്ന് വിചാരിക്കുന്നത് ന്യൂറോഗ്ലിയ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ന്യൂറോഗ്ലിയ ആൻഡ് ഫങ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ന്യൂറോഗ്ലിയ ആൻഡ് ഫങ്ഷൻസ് ഇപ്പം സമയം ഓൾമോസ്റ്റ് 9 ആയിട്ടുണ്ട്. അപ്പോൾ 9:15 ആണ് ഞാൻ ന്യൂറോഗ്ലിയ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് പഠിക്കാൻ എടുത്തിരിക്കുന്ന ടൈം. അപ്പോൾ 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, ടോപ്പിക് കവർ ചെയ്യാം കേട്ടോ. So 6 types of neuroglia ആണ് ബേസിക്കലി ഉള്ളത്. ദാറ്റ് ഈസ് ആസ്ട്രോസൈറ്റ്സ്, ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്, then microglia and epidermal cells and found only in the CNS. The remaining 2 types, that is the Schwann cells and satellite cells, are present in the PNS. അപ്പോൾ ഗൈസ്, നമ്മുടെ ന്യൂറോഗ്ലിയ പഠിച്ചു. ഞാൻ ജസ്റ്റ് പഠിച്ച കാര്യങ്ങൾ ലിറ്ററലി ഒന്ന് എഴുതിയിട്ടുണ്ട്, ഒറ്റ പേജിലാക്കിയിട്ട് എഴുതി. കുഴപ്പമില്ല, ജസ്റ്റ് മറന്നിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ PNS-ൽ വരുന്ന ഷ്വാൻ സെൽസ് മറന്നു, ഞാൻ ഷ്വാൻ സെൽസ് പഠിച്ചു. പിന്നെ ഷ്വാൻ സെൽസ് എല്ലാം മറന്നു കേട്ടോ. സാറ്റലൈറ്റ് സെൽസാണ് പറഞ്ഞത്, സപ്പോർട്ടിങ് സെൽസ് ആണെന്നും, പിന്നെ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് പഠിക്കുന്ന ന്യൂറോണൽ ബോഡീസും, അതുപോലെ തന്നെ ഇൻറ്റർസ്റ്റീഷ്യൻസ്, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് മറന്നു. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് പഠിച്ചു. ഇനി നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്, നെക്സ്റ്റ് ടോപ്പിക്കാണ്, നെക്സ്റ്റ് കോണ്ടന്റ് എന്താണ് പഠിക്കുന്നതെന്ന് നോക്കാം. അതിനിടയിൽ കുറച്ച് ബ്രേക്കൊക്കെ എടുത്തുണ്ടാവും, കുറച്ച് ലാഗ്. എന്തായാലും നമ്മൾ നോമസിൽ പഠിച്ചിട്ടേ കിടന്ന് നോക്കുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആൻഡ് ഇയർപോഡിന് വെക്കുന്ന നോയ്സ് ക്യാൻസലേഷൻ ആണ്, ഔട്ട്സൈഡ് നോയ്സ് കേൾക്കാൻ. എല്ലാവരും വിചാരിക്കുന്നുണ്ട് എല്ലാ വീഡിയോസിലും ഷോർട്സിലൊക്കെ കുട്ടി ചെയ്ത ഇയർപോഡ് വെച്ചിരിക്കുന്നുണ്ട്, വേറെ നല്ല നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നിങ്ങൾ പഠിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഔട്ട്സൈഡ് വോയിസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈവൻ യു ആർ ഇൻ ഹോസ്റ്റൽ, യു ക്യാൻ യൂസ് ദിസ് മെത്തേഡ്, നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഡിഫറെൻറ്റ് ആപ്സ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ആപ്സ് ആർ ഗുഡ്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ന്യൂറോഗ്ലിയ പഠിച്ചു അല്ലേ. അപ്പോൾ അടുത്ത നമുക്ക് സ്മൂത്ത് മസിൽസ് ഉണ്ട്, സ്ട്രക്ചർ, ടൈപ്സ്, മെക്കാനിസം ഓഫ് കോൺട്രാക്ഷൻ, പ്ലാസ്റ്റിസിറ്റി. അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. നമുക്ക് പഠിക്കാം. അപ്പോൾ സ്മൂത്ത് മസിൽസിൻ്റെ നോട്ട്സ് ആക്ച്വലി ഇതിലുണ്ടോ എന്ന് എനിക്ക് നോക്കട്ടെ. സ്മൂത്ത് മസിൽസിൻ്റെ PDF ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ അതിൽ എന്തെങ്കിലും റെഫർ ചെയ്യാനുണ്ടായിരിക്കും. ടെക്സ്റ്റിലുണ്ട്, ബട്ട് സ്റ്റിൽ എന്തെങ്കിലും റെഫർ ചെയ്യാനുണ്ടോ നോക്കാം. ഇത് നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ഫിസിയോളജിയുടെ, അപ്പോൾ അതിൽ നോക്കണം. ആൻഡ് നമുക്ക് സ്മൂത്ത് മസിൽസിൻ്റെ നോട്ട്സ് ഉണ്ട്, അപ്പോൾ നമുക്ക് അതും റെഫർ ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ടൈം 10:41 ആണ്. നൗ ഇറ്റ്സ് ദ ടൈം 10:41. അപ്പോൾ ഇതിന് മനസ്സിലായില്ല, കുറച്ച് ബ്രേക്ക് എടുത്തു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി, പിന്നെ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തു. വേറെ ഒന്നല്ല, ആക്ച്വലി ഞാൻ പുള്ളിയൊക്കെ വീഡിയോ നമുക്ക് സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസിലാണ് പഠിക്കുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനായിട്ട് ഫങ്ഷൻ, അനാട്ടമി, ടൈപ്സ് പഠിക്കാനായിട്ടുണ്ട്, ദെൻ പ്രോസസ്സസ് പഠിക്കാനായിട്ടുണ്ട്. കാർഡിയാക് എടുത്തിട്ടില്ല. ക്യാരക്ടറിസ്റ്റിക്സ്, പ്ലാസ്റ്റിസിറ്റി വരെ ഐ തിങ്ക് ഇറ്റ്സ് ഇനഫ് ടു ഒരു 11-15 വരെ നമുക്ക് നോക്കാം എന്നാണ് വിചാരിക്കുന്നത്.
വിചാരിക്കുന്നത്. അപ്പോൾ 11:15 നമ്മൾ എന്താണ് സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കാം.